ആധുനിക ഡിജിറ്റൽ യുഗത്തിൽ മാധ്യമങ്ങൾ തമ്മിലുള്ള മത്സരം കടുത്തതാണ്. വാർത്തകൾ മറ്റുള്ളവർക്ക് മുൻപേ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള തിടുക്കത്തിൽ വസ്തുതകൾ പരിശോധിക്കാതെ വാർത്തകൾ നൽകുന്നത് മാധ്യമ പ്രവർത്തനത്തിന്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യാറുണ്ട്. ഇതിന്റെ ഏറ്റവും പുതിയതും ആഗോളതലത്തിൽ വലിയ ചർച്ചയായതുമായ ഉദാഹരണമാണ് അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ കുടുംബത്തെക്കുറിച്ച് ഉണ്ടായ വ്യാജ വാർത്ത. മെസ്സിയുടെ പിതാവ് ജോർജ് മെസ്സി അന്തരിച്ചുവെന്ന് തത്സമയ പരിപാടിയിലൂടെ തെറ്റായി പ്രഖ്യാപിച്ച പ്രമുഖ ചാനൽ അവതാരക ഫ്ലോറൻസിയ പെനയ്ക്ക് ഒടുവിൽ സ്വന്തം കരിയർ തന്നെ നഷ്ടപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നു. ആഗോളതലത്തിൽ ഫുട്ബോൾ ആരാധകരുടെ കടുത്ത അമർഷത്തിന് കാരണമായ ഈ സംഭവം അതിനെ തുടർന്നുണ്ടായ നാടകീയമായ രാജിയും മാധ്യമ ധാർമ്മികതയുടെ പ്രാധാന്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. നടന്നുകൊണ്ടിരിക്കുന്ന ലോകകപ്പ് ടൂർണമെന്റിലെ അർജന്റീനയുടെ ആദ്യ മത്സരവുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദങ്ങളുടെ തുടക്കം. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആരാധകർ ഉറ്റുനോക്കിയ മത്സരത്തിൽ അർജന്റീനയ്ക്കായി ആദ്യ ഗോൾ നേടിയത് ക്യാപ്റ്റൻ ലയണൽ മെസ്സി ആയിരുന്നു. ഗോൾ നേട്ടത്തിന് ശേഷം കളം നിറഞ്ഞു കളിച്ച മെസ്സി മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിലോ വൈകാരികതയിലോ മൈതാനത്ത് വെച്ച് വിതുമ്പുകയുണ്ടായി. ഈ വൈകാരിക ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര ടെലിവിഷൻ ചാനലുകൾ തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് അർജന്റീനയിലെ പ്രമുഖ ഡിജിറ്റൽ ചാനലായ ലുസു ടിവിയിലെ ജനപ്രിയ അവതാരക ഫ്ലോറൻസിയ പെന തത്സമയ ചർച്ച നയിച്ചുകൊണ്ടിരുന്നത്. സ്ക്രീനിൽ മെസ്സി കരയുന്ന ദൃശ്യങ്ങൾ കണ്ടയുടൻ അതിന്റെ യഥാർത്ഥ കാരണം അന്വേഷിക്കാതെ അവതാരക ഒരു വൻ പ്രഖ്യാപനം നടത്തി. ലയണൽ മെസ്സിയുടെ പിതാവ് ജോർജ് മെസ്സി അന്തരിച്ചുവെന്നും ആ വിയോഗത്തിന്റെ ദുഃഖത്തിലാണ് താരം മൈതാനത്ത് പൊട്ടിക്കരയുന്നതെന്നുമായിരുന്നു ഫ്ലോറൻസിയയുടെ ലൈവ് പ്രസ്താവന. ലയണൽ മെസ്സിയെ പോലെ ആഗോളതലത്തിൽ കോടിക്കണക്കിന് ആരാധകരുള്ള ഒരു കായിക താരത്തിന്റെ പിതാവിന്റെ മരണ വാർത്ത നിമിഷങ്ങൾക്കകം ലോകമെമ്പാടും പടർന്നു പിടിച്ചു. എക്സ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങളിൽ ഈ വാർത്ത കാട്ടുതീ പോലെ പ്രചരിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ മെസ്സിക്കും കുടുംബത്തിനും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് പോസ്റ്റുകൾ പങ്കുവയ്ക്കാൻ തുടങ്ങി. ലുസു ടിവിയുടെ വാർത്തയെ ആസ്പദമാക്കി മറ്റു ചില പ്രാദേശിക പോർട്ടലുകളും ഇത് സ്ഥിരീകരിക്കാത്ത വാർത്തയായി നൽകിയതോടെ ആഗോളതലത്തിൽ വലിയൊരു ആശയക്കുഴപ്പം സൃഷ്ടിക്കപ്പെട്ടു. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു കള്ളവാർത്ത അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായതോടെ മെസ്സിയുടെ കുടുംബവും സുഹൃത്തുക്കളും വലിയ മാനസിക ബുദ്ധിമുട്ടിലായി. വാർത്ത നിയന്ത്രണാതീതമായി പ്രചരിച്ചതോടെ ഇതിന് അടിയന്തരമായി തടയിടാൻ മെസ്സിയുടെ കുടുംബം തന്നെ നേരിട്ട് രംഗത്തിറങ്ങി. ജോർജ് മെസ്സി അന്തരിച്ചിട്ടില്ലെന്നും ചാനലുകളിൽ പ്രചരിക്കുന്നത് തികച്ചും വ്യാജമായ വാർത്തയാണെന്നും വ്യക്തമാക്കി കുടുംബം ഔദ്യോഗികമായ പത്രക്കുറിപ്പ് പുറത്തിറക്കി. ജോർജ് മെസ്സി നിലവിൽ ചില ആരോഗ്യ പ്രശ്നങ്ങളാൽ ചികിത്സയിലാണെന്നും എന്നാൽ അദ്ദേഹത്തിന്റെ ജീവന് യാതൊരു വിധത്തിലുള്ള അപകടവും ഇല്ലെന്നും കുടുംബം വ്യക്തമാക്കി. കുടുംബത്തിന്റെ ഔദ്യോഗിക വിശദീകരണം പുറത്തു വന്നതോടെയാണ് മാധ്യമപ്രവർത്തകയ്ക്ക് സംഭവിച്ച ഗുരുതരമായ വീഴ്ച ലോകത്തിന് ബോധ്യമായത്. ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മരണവാർത്ത ലൈവ് ടിവിയിലൂടെ പ്രഖ്യാപിച്ച അവതാരികയുടെ നടപടി തികച്ചും അപക്വവും ക്രൂരവുമാണെന്ന് വിലയിരുത്തപ്പെട്ടു. സത്യം പുറത്തു വന്നതോടെ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരിൽ നിന്നും കടുത്ത പ്രതികരണങ്ങളാണ് അവതാരികയ്ക്ക് ചാനലിനും നേരെ ഉണ്ടായത്. സോഷ്യൽ മീഡിയയിൽ ഫ്ലോറൻസിയ പെനയ്ക്കെതിരെ വൻതോതിൽ സൈബർ ആക്രമണവും രൂക്ഷമായ വിമർശനങ്ങളും ഉയർന്നു. റേറ്റിംഗിന് വേണ്ടിയും ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയും ഇത്രയും തരം താണ മാധ്യമ പ്രവർത്തനം നടത്തരുതെന്ന് ആരാധകർ ആവശ്യപ്പെട്ടു. കായിക ലോകത്തെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു താരത്തിന്റെ സ്വകാര്യ ജീവിതത്തെയും കുടുംബത്തെയും അനാദരിച്ച ലുസു ടിവി ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനങ്ങളും സോഷ്യൽ മീഡിയയിൽ ശക്തമായി. ഇത് ചാനലിന്റെ പരസ്യ വരുമാനത്തെയും നിലനിൽപ്പിനെയും ബാധിക്കുന്ന തരത്തിലേക്കും വളർന്നു. പ്രതിഷേധം ചാനലിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കനത്തതോടെ ഫ്ലോറൻസിയ പെനയ്ക്ക് ചാനലിലൂടെ തന്നെ വീണ്ടും രംഗത്ത് വരേണ്ടി വന്നു. തന്റെ ഭാഗത്തുനിന്നുണ്ടായ മാപ്പർഹിക്കാതെ തെറ്റാണെന്ന് അവർ ലൈവ് ഷോയിൽ സമ്മതിച്ചു. വികാര വിക്ഷോഭത്തിൽ വസ്തുതകൾ കൃത്യമായി പരിശോധിക്കാൻ സാധിക്കാതെ പോയതാണ് ഇത്തരം ഒരു വലിയ അബദ്ധത്തിന് കാരണമായതെന്നും അവർ വ്യക്തമാക്കി. ലയണൽ മെസ്സിയോടും അദ്ദേഹത്തിന്റെ പിതാവിനോടും കുടുംബത്തോടും ലോകമെമ്പാടുമുള്ള ആരാധകരോടും അവർ പരസ്യമായി മാപ്പ് പറഞ്ഞു. എന്നാൽ പരസ്യമായ മാപ്പുപേക്ഷ കൊണ്ട് പ്രതിഷേധം അടങ്ങിയില്ല. തുടർന്ന് ഈ വലിയ മാധ്യമ വീഴ്ചയുടെ പൂർണ്ണമായ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് താൻ ലുസു ടിവിയിൽ നിന്നുള്ള ഔദ്യോഗിക പദവികൾ രാജിവെക്കുകയാണെന്ന് ഫ്ലോറൻസിയ പ്രഖ്യാപിച്ചു. ചാനൽ മാനേജ്മെന്റും ഇവരുടെ രാജി ഉടനടി സ്വീകരിക്കുകയായിരുന്നു. ഈ ഒരു ഒറ്റ വ്യാജ വാർത്ത ഫ്ലോറൻസിയയുടെ ഔദ്യോഗിക കരിയറിനെ മാത്രമല്ല അവരുടെ വ്യക്തി ജീവിതത്തെയും സാരമായി ബാധിച്ചു. ലോകകപ്പ് മത്സരങ്ങൾ അമേരിക്കയിൽ നേരിട്ട് പോയി കാണുന്നതിനായി അവർ വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. ഇതിനായുള്ള ടിക്കറ്റുകളും യാത്രകളും മറ്റ് ക്രമീകരണങ്ങളും അവർ പൂർത്തിയാക്കിയിരുന്നതാണ്. എന്നാൽ ഈ വിവാദങ്ങളെ തുടർന്നുണ്ടായ കടുത്ത മാനസിക സമ്മർദ്ദവും ജനരോക്ഷവും കാരണം അവർ തന്റെ അമേരിക്കൻ യാത്ര പൂർണ്ണമായും റദ്ദാക്കിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മാധ്യമ പ്രവർത്തനത്തിൽ ആദ്യം വാർത്ത നൽകുക എന്നതിനേക്കാൾ പ്രധാനം കൃത്യമായ വാർത്ത നൽകുക എന്നതാണ്. ലൈവ് ടെലിവിഷൻ ഷോകളിൽ അവതാരകർ പുലർത്തേണ്ട ആത്മസംയമനത്തിന്റെ പ്രാധാന്യമാണ് ഈ സംഭവം കാണിക്കുന്നത്. ഒരു സെലിബ്രിറ്റിയുടെ വൈകാരിക നിമിഷങ്ങളെ സ്വന്തം ഊഹാഭോഗങ്ങൾ വെച്ച് വ്യാഖ്യാനിക്കുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് ഫ്ലോറൻസിയയുടെ കരിയർ തകർച്ച തെളിയിക്കുന്നു. ലയണൽ മെസ്സിയുടെ പിതാവിന്റെ മരണത്തെക്കുറിച്ചുള്ള വ്യാജ വാർത്തയും ചാനൽ അവതാരകയുടെ രാജിയും ആധുനിക മാധ്യമ ലോകത്തിന് വലിയൊരു മുന്നറിയിപ്പാണ്. സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഒരു വാർത്ത എത്ര വേഗത്തിൽ
പ്രചരിക്കുമോ അത്ര തന്നെ വേഗത്തിൽ അതിലെ കള്ളത്തരങ്ങളും പിടിക്കപ്പെടും. റേറ്റിംഗിനും തത്സമയ ജനപ്രീതിക്കും വേണ്ടി ജാഗ്രത കൈവിട്ടാൽ പതിറ്റാണ്ടുകൾ കൊണ്ട് കെട്ടിപ്പടുത്ത കരിയർ നിമിഷങ്ങൾക്കകം തകർന്നടിയുമെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. ലയണൽ മെസ്സിയുടെ കുടുംബത്തിനുണ്ടായ മാനസിക വിഷമങ്ങൾക്ക് പരിഹാരമായില്ലെങ്കിലും അവതാരകയുടെ രാജി തെറ്റായ മാധ്യമപ്രവർത്തന ശൈലിക്കെതിരെയുള്ള ശക്തമായൊരു താക്കീതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തും.